ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ ഓതി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുതഅല്ലിം, ഒരു മുരീദ് മഹാനവറുകളിൽ നിന്ന് കുറെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ആ മുരീദിന് തോന്നി, ഇനി ഉസ്താദ് വേണ്ട, ഞാൻ സ്വന്തം തന്നെ ഒന്ന് ശൈഖാകാൻ പോയാലെന്താ? ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ സമീപത്തേക്ക് ദർസിലേക്ക് പിന്നെ ചെറുപ്പക്കാരൻ വരുന്നില്ല. മഹാനവറുകൾ അന്വേഷിച്ചു. അപ്പാരോ പറഞ്ഞു, അദ്ദേഹം ഇപ്പൊ അതാ പുലിയുടെ അല്ലെങ്കിൽ സിംഹത്തിന്റെ പുറത്ത് കയറിയിട്ട് സ്വർഗത്തിലേക്ക് പോകലാണ്, എന്നിട്ട് അവിടെ പോയി കൂടലാണ് രാത്രി. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു നിങ്ങൾക്ക് അറിയാമല്ലോ, മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള എല്ലാ ഔലിയാക്കളുടെയും എല്ലാവരുടെയും മാതൃകാ പുരുഷനാണ് സയ്യിദു ത്വായിഫ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന് കിബറില്ല. എന്റെ ശിഷ്യനല്ലേ, അവൻ ഇങ്ങോട്ട് വരട്ടെ, അങ്ങനെ ഒരു കിബറില്ല. നമ്മക്കൊക്കെ എന്താ ഓരോരുത്തരുടെയും അതേ ഹുങ്കത്രയാണ്. അതുപോലെ തന്നെ എന്താണ് ഓരോരുത്തരുടെയും വാശി എത്രയാണ്. മഹാനവറുകൾ ഇറങ്ങി ശിഷ്യന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ശിഷ്യൻ വിവരങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ വൈകുന്നേരമായാൽ രാത്രിയായാൽ വരുമല്ലോ ഒരു സിംഹം, ഞാൻ അതിന്റെ പുറത്ത് കീറും, എന്നെ കൊണ്ടുപോകും. സുബ്ഹാനല്ലാഹ്, നല്ല വെളുത്ത ഷർട്ടും മുണ്ടൊക്കെ ഇട്ട നല്ല ചൊങ്കന്മാരായ ആളുകളും നല്ല നദിയും അതുപോലെ തോട്ടവും എല്ലാ സൗകര്യവുമുള്ള സ്ഥലത്ത് ഞാൻ എത്തും. ഞാൻ അവിടെ പോയി കിടന്നുറങ്ങും. സുബ്ഹാനല്ലാഹ്, ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു ഇതുപോലെ മറ്റൊരു സംഭവം പറഞ്ഞ് മുമ്പ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അത് സ്വർഗത്തിൽ പോയി നിസ്കരിക്കുന്ന സംഭവമായിരുന്നു. ഇതങ്ങനെയല്ല, ഞാൻ അവിടെ പോയാൽ അവിടെ പോയി കിടന്നുറങ്ങും. നേരം വെളുത്ത് നോക്കിയാൽ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലെത്തിയിട്ടുണ്ടാകും. ഇങ്ങനെ വലിയ മക്കാബിലാണ് ഉസ്താദേ ഇപ്പൊ ഞാൻ, അതുകൊണ്ട് നിങ്ങളെത്തിപ്പം വരേണ്ട ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്, ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ വളരെ വിനയാന്വിതനായി പറഞ്ഞു, മോനെ ഇന്നും നീ പോകുമോ അവിടെ? അതേ, ഞാൻ പോകും. അവിടെ എത്തിയാൽ നീ 3 പ്രാവശ്യം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം 3 തവണ പറയണേ. ശിഷ്യനത് പിടിച്ചില്ല. ഉസ്താദ് പറഞ്ഞു കൊടുത്ത ഉപദേശം ശിഷ്യന് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കിതിപ്പോ പറഞ്ഞു തരണുണ്ടോ? ഞാൻ അതിനേക്കാളും വലുതായിട്ടില്ലേ? ഇപ്പൊ ഇതെന്നോട് ഉസ്താദ് പറയേണ്ടതുണ്ടോ എന്ന ഹുങ്ക്, ആ ഹുങ്ക് മനസ്സിലുണ്ട്. എന്നാലും എന്താ സംഭവിക്കുക എന്നൊന്ന് കാണാമല്ലോ എന്ന് മനസ്സിലാക്കി സാധാരണ പോലെ സിംഹം വന്നപ്പോ സിംഹത്തിന്റെ പുറത്ത് കയറി പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം 3 പ്രാവശ്യം അങ്ങ് പറഞ്ഞപ്പോൾ സാഹൂ വഫറൂ, അവിടെ ഒരുമിച്ച് കൂടിയവരൊക്കെ അതാ നിലവിളിച്ചു കൊണ്ട് ഓടിപ്പോകുന്നു. പിന്നെ അവിടെ തോട്ടമില്ല, അവിടെ നദിയില്ല, സസ്യമില്ല. പിന്നെന്താ ഉള്ളത്? കുറേ ശവങ്ങളാണ്, കുറേ ശവങ്ങളെ എല്ലുകളാണ്. അപ്പോൾ മനസ്സിലായി, ഇതുവരെ കാണിച്ച അത്ഭുതം മുഴുവനും ഉസ്താദിൽ നിന്ന് എന്നെ അകറ്റി, അതേ എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ശൈത്താൻ കാണിച്ച അത്ഭുതങ്ങളായിരുന്നു. ഇബ്ലീസും അനുയായികളും കാണിച്ച അത്ഭുതങ്ങളായിരുന്നു. ബോധ്യപ്പെട്ടു. നേരെ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന്, ഉസ്താദേ പൊരുത്തപ്പെടണേ, ഞാൻ നിങ്ങളെ വിട്ടുകൊണ്ട് എനിക്ക് ജീവിതമില്ല. നിങ്ങളെ കൂടെ അല്ലാതെ ഞാൻ അല്ലാഹുവിലേക്ക് എത്താൻ മുന്നോട്ട് പോയാൽ ശൈത്താൻ എന്നെ ചതിയിൽ കൊടുക്കുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. സുഹൃത്തുക്കളെ, മഹാന്മാരെ നാവ് കൊണ്ടൊരു ചൊല്ലാനുള്ള ദിക്ർ പറഞ്ഞു കിട്ടിയിട്ട് ചൊല്ലിയാൽ അതിന്റെ ഫലമൊന്ന് വേറെയാണ് കേട്ടോ. വെറും ഒരു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാത്രമല്ല, അത് ആ ദിക്റിന് വലിയ പ്രാധാന്യമുണ്ട്. അത് 99 രോഗത്തിന് മരുന്നാണെന്നും അതിൽ ഏറ്റവും സിമ്പിളായ രോഗം ടെൻഷനാണെന്നും ഹബീബ് നബി തങ്ങൾ പറഞ്ഞ ദിക്റാണതെന്നതിന്റെ പുറമെ അത് ജുനൈദുൽ
ഖത്തീബുൽ ബഗ്ദാദി തങ്ങളുടെ ആ മഹത്തായ കറാമത്തുള്ള നാവ് കൊണ്ട് അതേ ദിക്റും ഔറാദും സലാത്തും ഇൽമു പറയലും ഖുർആനോത്തുമായി എപ്പോഴും നല്ലത് പറയാനും നല്ലത് ചൊല്ലാനും ഉപയോഗിക്കുന്ന നാവിലൂടെ അതങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് വലിയ അസറാണ് കേട്ടോ, വലിയ ഫലമാണ് കേട്ടോ. മഹാന്മാരായ പണ്ഡിതന്മാരെന്തെങ്കിലും ഓതാൻ പറയുമ്പോ മോനെ ഓദിക്കോ 40 യാസീൻ, അല്ലെങ്കിൽ ചൊല്ലിക്കോ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ 40 ചൊല്ലിക്കോ. ഇങ്ങനെ പറയുമ്പോ അതൊക്കെ ഞാൻ എല്ലാ ദിവസവും ചൊല്ലുന്നതാണ് ഉസ്താദേ, എന്നിട്ടൊന്നും ശരിയാകുന്നില്ല എന്ന് ചിലര് പറയാറുണ്ട്. അത് വിവരക്കേടാണ്, അങ്ങനെ പറയാൻ പാടില്ല. മഹാന്മാരെ നാവ് കൊണ്ടൊന്ന് ചൊല്ലാൻ പറഞ്ഞാൽ അത് ഏറ്റെടുത്ത് ചൊല്ലുന്നതാണ് ഭംഗി. അതേ സമയത്ത് മഹാന്മാരല്ലാത്തവരെ, അതിന് യോഗ്യരല്ലാത്തവരെ ആ സ്ഥാനത്ത് അവരോധിക്കാനും പാടില്ല.